ഇതൊക്കെ എന്താണ്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പെരിമെന്റ്സ് ഒന്നും വേണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, വീണ്ടും പ്രോബ്ലംസ് തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കോർട്ട് മാർഷൽ ചെയ്യും. ഇത് കേട്ടതൊന്നും എനിക്ക് വളരെ സന്തോഷമാണ്. ഈ മീശ കാരണം എന്തൊരു ചൊറിച്ചില എനിക്ക്. ചപ്പാത്തി കോലാണ് സത്യം. ആന്റി, ഇത് മീശയല്ലേ, ഇത് വലിയ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത് നോക്കി എന്റെ വാല്, ഇത് ഞാൻ എന്ത് ചെയ്യും? ഒന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലോ. ഇതെന്താ സംഭവിച്ചത്? ഞാൻ ഈ ഭൂതങ്ങളുടെ പേഴ്സണാലിറ്റി ലോഷൻ ഉണ്ടാക്കിയിരുന്നു. അത് ആന്റി അറിയാതെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ചേർത്ത്. അതുകൊണ്ട് എല്ലാവരുടെയും പേഴ്സണാലിറ്റി മിക്സ് ആയി പോയി. അങ്കിൾ ആന്റി, പിന്നെ ആന്റി അങ്കിൾ. ഞാൻ ഹാപ്പി, ഹാപ്പി ഞാനും. എല്ലാവരുടെയും ശബ്ദവും മാറിപ്പോയി. എന്താ? പക്ഷേ ഇത് എപ്പോഴത്തേക്കാ ശരിയാവോ? അറിയില്ല. ഇത് എപ്പോൾ ശരിയാവുന്ന അറിയില്ല. കാരണം എന്താണ് ഹാപ്പി? അല്ല ഗപ്പു, കാരണം ഇതിന്റെ ആന്റിഡോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ചെയ്യും? ഇന്ന് അവധിയല്ലേ, അതുകൊണ്ടാരും വരില്ല. വരും, നമുക്ക് ആന്റിഡോട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഇനി ഈ സമയത്ത് ആരാ വന്നിരിക്കുന്നത്? അയ്യോ, ഇത് സ്കൂളിൽ നിന്ന് തീരു സാറാണല്ലോ. ഈ കഷ്ടപ്പാടിന്റെ സമയത്ത് വേണമായിരുന്നോ? ഇനി എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ആരാണെന്ന്. ആർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് പോലെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാവരും അവരവരുടെ ഹ്യൂമൻ ഫോമിലേക്ക് മാറൂ. എല്ലാവരും പിന്നാക്കി പറയുന്ന അനുസരിച്ചോളൂ. മനസ്സിലായോ? ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അങ്കിൾ, ഐ മീൻ ആന്റി, പ്ലീസ് ആ മീശ കൂടി ഒന്ന് വെക്ക്. ഹലോ സർ. അതെന്താണെന്ന് വെച്ചാ, ഞാൻ ഇവിടെ ഒരു കാര്യത്തിന് വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്നെ ഒന്ന് കണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. നിന്റെ അങ്കിൾ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ ബ്ലാക്കി, ഇതെന്താണിത്? സർ, അത് അങ്കിളും ആന്റിയും അവരുടെ റോളുകൾ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാണ്. ഈ റോൾ പ്ലേയുടെ കാര്യമൊക്കെ മനസ്സിലായി, പക്ഷെ ശബ്ദം. അത് പിന്നെ ആന്റിക്ക് തൊണ്ടവേദന ഉണ്ടായിരിക്കും, അതാ. സോൾജേഴ്സ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോൾജേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത് മിസ്റ്റർ സൂറി പട്ടാളത്തിലായിരുന്നല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാലത്ത് പട്ടാളത്തിൽ ചേർന്ന് എനിക്കും വലിയ ആഗ്രഹമായിരുന്നു. എവിടെയാണ് അങ്കിൾ സൂരി? എവിടെയാണ്? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. മിണ്ടിപ്പോരുത്, നീ ഒരിക്കലും നന്നാവില്ലടാ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ഞാൻ നന്നായി കഴിഞ്ഞു. അതിപ്പോഴല്ല, പണ്ടായിരുന്നു. ഈ മീശ കാരണം മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പോയാ എനിക്ക് ചൊറിഞ്ഞ് വട്ട് പിടിക്കാൻ തോന്നല്ലോ. എന്ത് ചെയ്യും ഈ മീശ? ഈ മീശ കുറച്ച് കളഞ്ഞേക്കാം. എന്താ മീശ ചെയ്യുന്നേ? ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം. അയ്യോ, ഈ ചൂല് എവിടെ നിൽക്കും വന്നേ? മീശ നീ ഇതെന്താ ചെയ്യുന്നേ? കാണുന്നില്ലല്ലോ. ഫൈനലി മീശ പറഞ്ഞു പോയി. ഇപ്പോൾ ആ ശ്വാസം വീണത് ചപ്പാത്തി കോലാണ് സത്യം. ഇതെന്ത് ശബ്ദമാണ്? ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ മീശ! താങ്കളുടെ മീശ എവിടെ പോയി? അവിടെ എന്താണ് നോക്കുന്നത്? ഇവിടെ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയാണുള്ളത്. അയ്യോ, മിസ്സസ് സൂര്യക്ക് മീശ മുളച്ചോ? സർ, എന്നെ പറയുന്നത് ഇത് വെപ്പ് മീശയാണ്. വെപ്പ് മീശയോ? സർ, അങ്ങോട്ട് നോക്ക്. എവിടെ നോക്കാൻ? സർ, ഒന്നുമില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സർ,
താങ്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എന്ത് പറ്റി സർ? ദൈവമേ, ഒന്ന് നിന്റെ അങ്കിളിന്റെ വോയിസ്, പിന്നെ ആ മീശ, എന്തോ കുഴപ്പമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മീശ മാത്രം, അത് മാത്രമല്ല വിചാരം. അങ്കിളിന്റെ ആന്റിയുടെ വഴക്കുണ്ടാവാൻ പോവാ. എനിക്ക് മീശ കാരണം കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സർ വരൂ വരൂ, ഞാൻ അങ്ങക്ക് എന്റെ മുറി കാണിച്ചു തരാം. വരൂ വരൂ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ എന്തോ ഡിസ്കഷൻ ആണെന്നാ. മുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിനാക്കി, നിന്റെ മുറി വളരെ ഭംഗിയുള്ളതും നല്ല വൃത്തിയുമാണല്ലോ. ഞാൻ സ്കൂളിലെ എല്ലാ കുട്ടികളോടും ഇതിനെ കുറിച്ച് പറയും. താങ്ക് യു സർ. ഞാൻ പോയി സാറിന് വേണ്ടി ചായ കൊണ്ടുവരാം. ആ ആ അയ്യോ, ഭൂതം ഓടിക്കൂ. ഈ ഭിത്തിയുടെ അപ്പുറത്തേക്ക് പോലെ എന്തോ രഹസ്യ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഓടിക്കോ ഭൂതം. ഈ മധുരമായ സംഗീതം ആരാണ് വായിക്കുന്നത്? എന്ത് പറ്റി സർ? അത് അകത്തെല്ലാം പ്രശ്നമാണ്. ഡോഗ്, ഗിത്താർ, അസ്ഥികൂടം, ഭൂതം. എന്താ സർ, ഭൂതമോ? വരൂ നമുക്ക് പോയി നോക്കാം. വേണ്ട 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 വേണ്ട. അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. അതല്ല സർ, ഭൂതമോ? എന്റെ വീടല്ലേ. വരൂ സർ, നമുക്ക് പോയി നോക്കാം. ഇവിടെ എല്ലാം ശരിയാണല്ലോ. പക്ഷെ നീ ചായ കൊണ്ടുവരാൻ പോയതല്ലേ? എവിടെയാ ചായ? അത് പിന്നെ സർ, ആന്റി പറഞ്ഞു താഴെ ചെന്ന് കുടിക്കാന്ന്. ശരി, പോകാ, താഴെ പോവാ. കുറച്ച് ചോദിക്കാനുണ്ട് നിന്നോട്. വാ. സർ, താങ്കൾക്ക് ചായ. ഗ്രീൻ ടീ ആണ്, ഹെൽത്തി ആണ്. നിങ്ങൾ ഇനി വായ തുറന്നു പോകും. നിന്റെ അങ്കിൾ, ആന്റി, പിന്നെ ആ മോളിൽ ഭൂതം. ആദ്യത്തിന്റെ സഹോദരൻ ഭിത്തിയിലൂടെ കടന്നു വന്നു, പിന്നെ മോളിലിരിക്കുന്നു. പറയതെന്താ സംഭവം? സർ, അങ്കിളിന്റെ ആന്റിയുടെയും കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെ മുകളിൽ അത് പിന്നെ സർ, ഞങ്ങൾ ഗബ്ബോനെ ഗിറ്റാർ വയ്ക്കാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഭൂതത്തിന്റെ കാര്യം സാറ് തന്നെയല്ലേ പറയാറ്? ഭൂതോന്ന് പറഞ്ഞ മതിയാക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇദ്ദേഹത്തെ ഉണർത്താം. ഞാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, എല്ലാം നോർമൽ ആയത് വളരെ നന്നായി. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ വാല് കാരണം എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് തന്നെ ശരിയായെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചപ്പാത്തിക്കോലാണ് സത്യം. എനിക്ക് തോന്നുന്നു ഇതിന്റെ എഫക്ട് കുറച്ചു നേരത്തേക്കേ ഉള്ളെന്ന്. എല്ലാം അടിച്ചിട്ട്. പക്ഷെ ഈ മാരണത്തിന് എന്ത് ചെയ്യും? ഇയാൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഡോണ്ട് വെറി അങ്കിൾ, അത് ഞാൻ നോക്കിക്കോളാം. സർ, ഇത് ഞാനാണ്, പിനാക്കി. ഇവിടെ ആകെ പ്രശ്നമാണ്, ഭൂതമാണ്. എന്താണ് സർ? കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് സാറ് കിടന്ന് ഉറങ്ങുമായിരുന്നു. സർ, സാറ് വന്നു, സോഫയിലിരുന്നു, അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. ഞാൻ ഉണർത്താൻ പോയപ്പോ അങ്കിള് പറഞ്ഞു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതല്ലേ, ഉണർത്തണ്ടാന്ന്. അതാ. സൂറി, താങ്കൾ സുഖമായിരിക്കുന്നു? അത് പിന്നെ ഞാൻ നന്നായിരിക്കുന്നു. ചിലപ്പോ ഞാൻ കണ്ടത് സ്വപ്നമായിരിക്കുമോ? ഞാൻ ഇറങ്ങട്ടെ, കുറെ നേരമായല്ലോ വന്നിട്ട്. സർ, ചായ? നന്ദി. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ പേടിപ്പിക്കുന്നോടാ. ഇതെന്തായിരുന്നു?
സർ ഇത് ഗപ്പന്റെ ഭക്ഷണ ഗപ്പന് ഭക്ഷണം കഴിക്കാൻ സമയായി. ഞാൻ എന്റെ കൂടെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു.